അപ്പോൾ ജെമിനായി ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2026 ഇയർലി റീഡിംഗ് ആണ്. എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. അപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ 2026 എങ്ങനെയായിരിക്കും ഈ കൊല്ലം നമ്മൾക്ക് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാം മെസ്സേജസ് എല്ലാവർക്കും റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് റീഡിങ്സൊക്കെ റെസൊനേറ്റ് ആവുക. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ചെയ്യുക. ആൻഡ് നമ്മൾക്ക് തുടങ്ങാം. ജെമിനായി നിങ്ങളുടെ ഓവറോൾ എനർജി 2026ൻ്റെ ഓവറോൾ എനർജി 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കണേ. നിങ്ങളുടെ ഫസ്റ്റ് 3 months എന്ന് വെച്ചാൽ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, അതിൻ്റെ എനർജി 8 ഓഫ് കപ്സ് ആണ്. ഏപ്രിൽ, മെയ്, ജൂൺ 7 ഓഫ് പെൻറ്റിക്കിൾസ്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ നൈറ്റ് ഓഫ് വാൻസ്. ഒക്ടോബർ, നവംബർ, ഡിസംബർ 5 ഓഫ് പെൻറ്റിക്കിൾസ്. എന്താണ് ഔട്ട്കം? അപ്പോൾ ജെമിനായി ഇവിടെ ഞാൻ ഓവറോൾ എനർജി ആയിട്ട് കാണുന്നത് 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഓക്കെ, അപ്പോൾ 2 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ബാലൻസിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2026 കുറേ ഒരു ബിസി ഇയർ ആണ്, ബിസി കൊല്ലാണ്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫും കരിയറൊക്കെ ബാലൻസ് ചെയ്യാൻ നോക്കണം. ചില സമയത്ത് നിങ്ങൾക്ക് സമയം കിട്ടില്ല എല്ലാത്തിനും. അപ്പോൾ നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടി വരും. ഏത് ഇഷ്യൂ ആണ് ഇപ്പോൾ കൂടുതൽ പ്രയോറിറ്റി ഉള്ളത് വെച്ചാൽ അവിടെ നിങ്ങൾക്ക് കൂടുതൽ എഫേർട്ട് ആ മാസം ഇടേണ്ടി വരും. ഇല്ലച്ചാൽ ചില സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫായിരിക്കും കൂടുതൽ പ്രയോറിറ്റി ആവുക. ചില സമയത്ത് നിങ്ങളുടെ കരിയറിൽ കുറേ കാര്യങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ ലൈഫിൽ അത്ര സമയം കിട്ടില്ല. അപ്പോൾ മൊത്തം ഞാൻ കാണുന്നത് ഒരു ബിസി ഇയർ ആണ്. 2 ഓഫ് പെൻറ്റിക്കിൾസ് ചില ഡിസിഷൻസിൻ്റെ എനർജിയും കൂടിയാണ്. കുറേ ചോയ്സസ്, കുറേ ഡിസിഷൻസ്. അപ്പോൾ നിങ്ങൾ ഡിസിഷനാണ് എടുക്കണത്. ഏതാ വേണ്ടേ, ഇങ്ങോട്ടാണോ പോകേണ്ടത്, അങ്ങോട്ടാണോ, എന്താണ് എൻ്റെ ഓപ്ഷൻസ്, എന്താണ് എനിക്ക് വേണ്ടി ഒരു നല്ല ഔട്ട്കമ്മില്ല ഓപ്പർച്യൂണിറ്റി എന്തായിരിക്കും, ഏത് പേഴ്സണാണ് എൻ്റെ ലൈഫിൽ ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ കുറേ ചോയ്സസ് നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടി വരും. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ചോയ്സസ് നിങ്ങൾ ഉണ്ടാക്കുന്നത് അതിൽ കുറേ ഹാപ്പിനെസ് ഉണ്ട്, അബണ്ടൻസ് ഉണ്ട്. അപ്പോൾ 2026 കുറേ നല്ല മൂമെൻറ്റ്സ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഹാപ്പിനെസ്സിൻ്റെ എനർജി ഉണ്ട്, പ്രഗ്നൻസിയുടെ എനർജിയും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ പ്രഗ്നൻ്റ് ആവാൻ നോക്കുന്നുണ്ട് വെച്ചാൽ ഈ കൊല്ലം പോസിറ്റീവ് ന്യൂസ് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. 10 ഓഫ് പെൻറ്റിക്കിൾസ്, നിങ്ങളുടെ ഫാമിലി ഗ്രോ ആവണു. അപ്പോൾ എസ്പെഷ്യലി ഞാൻ പറഞ്ഞ മാതിരി പ്രഗ്നൻ്റ് ആവാൻ നിങ്ങൾ ട്രൈ ചെയ്യേണ്ട വെച്ചാൽ ഈ കൊല്ലം ഒരു പോസിറ്റീവ് ന്യൂസ് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി. എന്താ വെച്ചാൽ നിങ്ങളുടെ ഫാമിലിയിൽ എബണ്ടൻസ് വരണു, ഗ്രോത്ത് വരണു. ഇത് പൈസയുടെ കാര്യത്തിലും കുറേ എബണ്ടൻസ് ആണ്. ഒരു ഫാമിലി ലെഗസിയുടെ എനർജിയാണ്. ഓക്കെ, അപ്പോൾ മൊത്തം ഒരു നല്ല ഓവറോൾ എനർജിയിൽ നല്ല പോസിറ്റീവ് എനർജീസാണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ ഫസ്റ്റ് 3 months എന്ന് വെച്ചാൽ ജാനുവരി, ഫെബ്രുവരി, മാർച്ചിൽ ഞാൻ കാണുന്നത് ഏതോ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഹാപ്പി അല്ലാണ്ട് ആ സിറ്റുവേഷനെ വിട്ട് നിങ്ങൾ മുമ്പോട്ടേക്ക് പോകണു. ഇതൊരു റൊമാൻറ്റിക് സിറ്റുവേഷൻ ആവാം, ജോബിൻ്റെ കാര്യത്തിലാവാം. നിങ്ങൾ കറൻ്റ്ലി ഇല്ലച്ചാൽ നിങ്ങൾ ഈ സിറ്റുവേഷനിൽ ഒട്ടും ഹാപ്പി അല്ല, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട് വെച്ചാൽ ആ സിറ്റുവേഷനിൽ എന്തോ ഒരു എൻഡിങ് ഉണ്ടാവാൻ പോകുന്നുണ്ട് ഇയറിൻ്റെ തുടക്കത്തിൽ. അപ്പോൾ നിങ്ങൾ കുറേ സ്റ്റാഗ്നൻ്റായി ഫീൽ ചെയ്യണ ഒരു സിറ്റുവേഷനാണ് ഇത്. എന്താ വെച്ചാൽ ഈ സിറ്റുവേഷനിൽ ഒരു പ്രോഗ്രസ്സും ഇല്ല, അതുകൊണ്ട് നിങ്ങൾ ഹാപ്പി അല്ല. അതുകൊണ്ട് നിങ്ങൾ ഈ സിറ്റുവേഷനിൽ ഒരു ഡിസിഷൻ എടുക്കണു. ഈ സിറ്റുവേഷനിൽ ഇവിടെ തന്നെ എൻഡ് ചെയ്യാൻ ഡിസിഷനാണ് നിങ്ങൾ എടുക്കുന്നത്. ആ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പറഞ്ഞാൽ ഇതിൻ്റെ മുമ്പേ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈ കൊല്ലം 2026 ആ ഒരു ക്ലാരിറ്റി വരും നിങ്ങളുടെ മനസ്സിൽ. അത് ഓക്കെ, ഒരു ഫേമായി ഡിസിഷൻ എടുക്കാൻ പറ്റും. ആൻഡ് നിങ്ങൾ മുമ്പോട്ടേക്ക് പോകണം. ആൻഡ് മുമ്പോട്ട് പോകുമ്പോൾ പുതിയ ഓപ്പർച്യൂണിറ്റീസൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾ പാസ്റ്റിൻ്റെ ഒരു ബ്ലോക്ക്ഡ് എനർജീനെ മാറ്റി നിങ്ങളുടെ ലൈഫിന് അതിനെ പുറത്താക്കി. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പുതിയ എനർജി വരാനുള്ള സ്ഥലം നിങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ആ പുതിയ എനർജീസ് ഞാൻ കാണുന്നുണ്ട്. പുതിയ ബിഗിനിങ്സ്, ഇത് ജോബ് ഓപ്പർച്യൂണിറ്റി ആവാം, കമ്മ്യൂണിക്കേഷൻ ആവാം. ചിലവർക്ക് ഇതൊരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണ്. നിങ്ങൾ റിലേഷൻഷിപ്പിൽ കുറേ സ്റ്റാഗ്നൻ്റായി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു പ്രോഗ്രസ്സും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ആ റിലേഷൻഷിപ്പിന് വിട്ട് ഒരു
പുതിയ തുടക്കത്തിലേക്കാണ് പോണത്, ഒരു പുതിയ എനർജി നിങ്ങളുടെ ലൈഫിൽ വരണു. പ്രശ്നം എന്താ വെച്ചാൽ ഏപ്രിൽ മെയ് ജൂണിൽ നിങ്ങൾ എവിടെയോ ഒരു വെയിറ്റിംഗ് എനർജിയിലാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു റൊമാൻറ്റിക് സിറ്റുവേഷൻ ആണ് വെച്ചാൽ ഈ പേഴ്സണെ വിട്ടിട്ടും നിങ്ങൾ എവിടെയോ എക്സ്പെക്റ്റ് ചെയ്യണത് എന്താ വെച്ചാൽ ഈ പേഴ്സൺ തിരിച്ചു വരും എന്ന്. അപ്പോൾ നിങ്ങളുടെ എനർജീനെ ആദ്യം ഹോൾഡായിട്ട് വെക്കണു. ഓക്കെ, പക്ഷേ ഇത് റൊമാൻറ്റിക് സിറ്റുവേഷൻ തന്നെ ആവണം എന്നില്ല. കരിയറുടെ കാര്യത്തിൽ ഞാൻ കാണുന്നത് നിങ്ങൾ എവിടെയോ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിവാർഡ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണു. അത് നിങ്ങൾക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും, അത് ഏപ്രിൽ മെയ് ജൂൺ എന്തായാലും ഇയർ എൻഡാണ് ഏപ്രിൽ. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടാവും നിങ്ങൾ, ഒരു ബോണസിൽ വെച്ചാൽ പ്രൊമോഷൻ. ആ സമയത്താണ് യൂഷ്വലി പ്രൊമോഷൻസും ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി ഉണ്ട്, നിങ്ങൾ വെയിറ്റ് ചെയ്യണു അതിന് വേണ്ടിയിട്ട്. ആൻഡ് കിങ് ഓഫ് സോഡ്സ് ഒരു പ്രാക്ടിക്കലായിട്ടൊരു എനർജിയാണ്, പ്രാക്ടിക്കൽ എനർജിയിലാണ് നിങ്ങൾ. ആൻഡ് ഒരു പുതിയ തുടക്കം ലവ് ആൻഡ് റൊമാൻസിലും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മേ ബി ഒരു പുതിയ പേഴ്സണെ മീറ്റ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ അതല്ലാണ്ടും കരിയറിലും നിങ്ങൾ എന്തോ ഒരു റിവാർഡിന് വേണ്ടിയിട്ടോ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടോ വെയിറ്റ് ചെയ്യണ എനർജി ഞാൻ കാണുന്നുണ്ട്. മിക്കവാറും നിങ്ങൾക്ക് ആ പ്രൊമോഷൻ കിട്ടും, പക്ഷെ അത് ഇല്ലാച്ചാലും നിങ്ങൾക്ക് കുറച്ച് യൂണിവേഴ്സ് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. എന്താ വെച്ചാൽ ശരിയായ സമയത്ത് അത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതൊരു റിജക്ഷനായിട്ട് കാണരുത്. എന്താ വെച്ചാൽ ഇതൊരു റിജക്ഷൻ അല്ല, ഒരു റീഡിറക്ഷനാണ്. ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ നൈറ്റ് ഓഫ് വോൺസ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി സെയിം സിറ്റുവേഷൻ, നിങ്ങൾ മുമ്പേ ഒരു പേഴ്സണെ വിട്ട പേഴ്സൺ, ആ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരുന്നുണ്ടാവും. ഇതൊരു ഇൻ ആൻഡ് ഔട്ട് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. ഈ സിറ്റുവേഷൻ തന്നെ ഒരു സ്റ്റേബിൾ അല്ലാത്ത സിറ്റുവേഷനാണ്. ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരാൻ നോക്കുന്നുണ്ടാവും. ഈ പേഴ്സൻ്റെ പക്ഷേ കുറേ സീക്രറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അവർ എന്തുകൊണ്ടാണ് ഇപ്പോൾ തിരിച്ചു വരണേ, എന്താണ് അവരുടെ ട്രൂ ഇൻറ്റൻഷൻ, നിങ്ങൾക്ക് അതൊന്നും അറിയുണ്ടാവില്ല. പക്ഷേ ഞാൻ കാണുന്നത് ഏതോ ഒരു പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരണ എനർജി ഉണ്ട്. അതല്ലാണ്ട് ക്വീൻ ഓഫ് കപ്സ് ഇവിടെ ഒരു വാട്ടർ സൈൻ്റെ എനർജിയാണ്, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണ പോലെ നിങ്ങളുടെ ലൈഫിലൊരു ലവ് റിലേഷൻഷിപ്പും വരുന്നുണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് 2 ആൾക്കാരുണ്ട് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ് ആൻഡ് പാസ്റ്റിൻ്റെ ഏതൊരു പേഴ്സൺ തിരിച്ചു വരണു, അങ്ങനത്തെ ഒരു സിറ്റുവേഷനും ആവാം. പക്ഷെ എന്തായാലും നിങ്ങൾ കുറേ ഒരു പവർഫുൾ എനർജിയിലാണ് ആ 3 മാസം. അവിടെ ഞാൻ കാണുന്നത് നിങ്ങൾക്ക് എന്താ മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അതൊക്കെ ഉടനെ നിങ്ങളുടെ ലൈഫിൽ വരും. ഓക്കെ, അപ്പോൾ അതിനെ ഒരു പോസിറ്റീവ് വേയിൽ യൂസ് ചെയ്യുക. എന്താ വെച്ചാൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണത് ഒരു നല്ല റിലേഷൻഷിപ്പിനെ മാനിഫെസ്റ്റ് ചെയ്യുക, നിങ്ങളെ ഹാപ്പി ആക്കണ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ലൈഫിൽ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യുക. അതല്ല വെച്ചാൽ നിങ്ങളുടെ കരിയറിൽ സക്സസ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. എന്താ വെച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് ഉടനെ കിട്ടും. അങ്ങനത്തെ ഒരു എനർജിയാണ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ. അപ്പോൾ ആ 3 മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല പോസിറ്റീവാണ്. ഇവിടെ ഒരു ജോബിൻ്റെ എനർജിയും കാണാണ്ട് ഒരു പുതിയ ഫിനാൻഷ്യൽ ബിഗിനിങ്, ഒരു പുതിയ ഫിനാൻഷ്യൽ തുടക്കം, ഒരു ബിസിനസ് ഓഫർ, എന്തോ ഒരു നല്ല സ്റ്റേബിൾ എനർജി ഞാൻ ഇവിടെ കാണുന്നുണ്ട്. എൻഡ് ഓഫ് ദ ഇയർ ഒക്ടോബർ, നവംബർ, ഡിസംബർ കുറച്ചൊരു ലോസിൻ്റെ എനർജി ഞാനിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഫിനാൻഷ്യലി സൂക്ഷിക്കണം, കുറേ ചിലവുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല നിങ്ങൾ ഇട്ട എഫേർട്ടിന് നിങ്ങൾക്ക് അതുമാതിരി ഒരു കോമ്പൻസേഷൻ ഇല്ല, അങ്ങനെ ഒരു ഫീലിങ്ങും ഉണ്ടാവും. ഒരു ലോ സെൽഫ് കോൺഫിഡൻസിൻ്റെ എനർജിയാണ് ഇവിടെ. ചിലവർക്ക് ഇതൊരു റിജക്ഷൻ്റെ എനർജി ആവാം. അപ്പോൾ ഏതോ ഒരു കാര്യത്തിൽ ഒരു റിജക്റ്റഡ് ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവും. കുറേ കൺഫ്യൂഷൻ്റെ എനർജി ഉണ്ട് ഇവിടെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സമയത്ത് ഒരു ഡിസിഷൻ എടുക്കരുത്. എന്താ വെച്ചാൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്, ഓൾറെഡി ഒരു ലോ എനർജിയിലാണ്. അങ്ങനത്തെ സമയത്ത് ഒരു ക്ലാരിറ്റി ഇല്ലാണ്ട് ഒരു ലോങ് ടേം ഡിസിഷൻസ് എടുക്കരുത്. എന്താ വെച്ചാൽ അത് ബാക്ക് ഫയർ ആവും. ക്വീൻ ഓഫ് സോഡ്സ്, പക്ഷേ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. ഈ കൺഫ്യൂസ് സ്റ്റേറ്റിന് നിങ്ങൾ പുറത്തു വരും. വീൽ ഓഫ് ഫോർച്യൂൺ കുറച്ച് സമയം എടുക്കും, പക്ഷേ ഞാൻ കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ കുറേ ഗുഡ് ലക്ക് വരും. ഇത് കഴിഞ്ഞ ഈ 3 മാസം കഴിഞ്ഞ നല്ല ഒരു സമയമാണ് നിങ്ങളുടെ ലൈഫിൽ വരണത്. അപ്പോൾ അത് പിന്നെ 2027ലേക്ക് പോവും. പക്ഷേ ഇതാണ് നിങ്ങളുടെ ഓവറോൾ 2026ൻ്റെ എനർജി. നമ്മൾക്കിപ്പോൾ നിങ്ങളുടെ ചാലഞ്ച് എന്താണെന്ന് നോക്കാം. 2026ൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് നിങ്ങൾക്ക് ലവേഴ്സാണ്. റിലേഷൻഷിപ്പിലാണ് കൂടുതൽ നിങ്ങൾക്ക് ചാലഞ്ചസ് ഉണ്ടാവുക.
എസ്പെഷ്യലി ഞാൻ കാണുന്നത് ചോയ്സസ്. ഓക്കെ, ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് 2 ആൾക്കാരുടെ ഇടയ്ക്ക് ചോയ്സ് ഉണ്ടാക്കാനുണ്ടാവും. അതല്ല വെച്ചാൽ റിലേഷൻഷിപ്പിൽ പൊതുവെ ഒരു ചാലഞ്ചിങ് സമയമായിരിക്കാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ യൂണിവേഴ്സ് നിങ്ങളോട് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യാനാണ് പറയണത്. ഉടനെ എന്തെങ്കിലും ഒരു ഇമ്പൾസീവായി ഡിസിഷൻസ് എടുക്കരുത്. കുറേ ആൾക്കാർ നിങ്ങളുടെ അടുത്തേക്ക് വരണ എനർജിയുമുണ്ട്. എന്താ വെച്ചാൽ നിങ്ങളൊരു സ്പോട്ട് ലൈറ്റിലാണ്, നിങ്ങളുടെ മുകളിലാണ് ഫോക്കസ് ഉള്ളത്. അപ്പോൾ സിംഗിളാണ് നിങ്ങൾ വെച്ചാൽ ഒരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടാവും. ആൻഡ് അതിലും യൂണിവേഴ്സ് പറയണത് കുറേ പേഷ്യൻ്റ്ലി വേണം കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക. അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് 2026 അഡ്വൈസ് 9 ഓഫ് കപ്സ്. അപ്പോൾ അഡ്വൈസിൽ ഞാൻ കാണുന്നത് ആക്ച്വലി നിങ്ങളുടെ കുറേയൊക്കെ വിഷസ് ഫുൾഫിൽ ആവണ എനർജിയാണ് ഞാൻ കാണുന്നത്. എല്ലാം ഫെയറും ഒരു ഫെയർനെസ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. എന്ന് വെച്ചാൽ എന്തെങ്കിലും ശരിയായി വർക്കൗട്ട് ചെയ്തില്ല വെച്ചാലും അത് എൻഡിലെല്ലാം ശരിയാവും. ഓക്കെ, ആ സമയത്ത് മേ ബി എന്തോ ഒരു വർക്കൗട്ട് ആവാണ്ട് നിങ്ങൾക്കൊരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവും, അത് ഇത് വർക്കൗട്ട് ചെയ്തില്ല. പക്ഷേ അതിൻ്റെ ഔട്ട്കം പിന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുക ഇതുണ്ടായത് എൻ്റെ ലൈഫിൽ ഒരു ബ്ലെസ്സിങ് ആയിരുന്നു എന്ന്. അപ്പോൾ ഒരു കാർമിക് ജസ്റ്റിസ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സും നിങ്ങളോട് പറയേണ്ടത് എന്താ വെച്ചാൽ നിങ്ങളുടെ ഡീലിങ്സ് എല്ലാം ഫെയർലി നിങ്ങൾ ഡീൽ ചെയ്യുക. ആരെയും ചീറ്റ് ചെയ്യാൻ നോക്കരുത്, എവിടെയും നിങ്ങൾ ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്യരുത്. എന്താ വെച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് അത് ബാധിക്കും. ആൻഡ് ഇമ്മീഡിയറ്റ് ഇൻസ്റ്റൻറ്റ് കർമ്മയായിരിക്കും. നിങ്ങളെന്തെങ്കിലും നെഗറ്റീവായി ചെയ്താൽ നിങ്ങൾക്ക് നെഗറ്റീവ് കർമ്മ കിട്ടും, നിങ്ങൾ എന്തെങ്കിലും പോസിറ്റീവായി ചെയ്താൽ പോസിറ്റീവ് കർമ്മ ഉണ്ടാവും. പക്ഷേ ഞാൻ കാണുന്നത് ഇവിടെ നിങ്ങളുടെ കുറേ വിഷസൊക്കെ ഫുൾഫിൽ ആവുന്നുണ്ട്. ആൻഡ് മൂൺ എനർജി ഉണ്ട്. ഞാൻ കാണുന്നത് ഇവിടെ ഒരു മാരേജിൻ്റെ എനർജി കാണാണ്ട്. ഓക്കെ, ഒരു പുതിയ തുടക്കത്തിൻ്റെ എനർജി കാണാണ്ട്. ഡീപ്പ് ഫീലിങ്സിൻ്റെ എനർജി കാണാണ്ട്. ചില കാര്യങ്ങൾ ഹിഡൻ കാര്യങ്ങൾ പറഞ്ഞാൽ ചിലവർ നിങ്ങളുടെ അഗൻസ്റ്റായി വർക്ക് ചെയ്യണ ആൾക്കാരും എക്സ്പോസ് ആവും. അവർക്ക് നിങ്ങളുടെ അഗൻസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി കാർമിക് ജസ്റ്റിസ് നിങ്ങളുടെ സൈഡിലാണ്. അപ്പോൾ നിങ്ങൾ പോസിറ്റീവ് വേയിൽ നല്ല പോലെ ഒരു ഫെയർ ആയിട്ട് നിങ്ങൾ ഡീൽ ചെയ്താൽ ആരും നിങ്ങളെ നെഗറ്റീവായി എഫക്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റില്ല. പിന്നെ സീക്രറ്റ്സ് ഒക്കെ പുറത്തു വരും. എന്തെങ്കിലും ഹിഡൻ കാര്യങ്ങളാണ് വെച്ചാൽ അതൊക്കെ പുറത്തു വന്ന് ക്ലാരിറ്റി നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ അതാണ് അഡ്വൈസ് ഇവിടെ യൂണിവേഴ്സ് പറയണത്. അത് എല്ലാം ഒരു ഫെയർ ആയിട്ട് ചെയ്യുക, ഒരു നല്ല സ്ട്രേറ്റ് ഫോർവേഡായി ഒരു അപ്രോച്ച് വയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ ഔട്ട്കം എന്താണ്? ഔട്ട്കം നിങ്ങൾക്ക് എംപററാണ്, ഏരീസ് എനർജി. അപ്പോൾ ഇത് ഒരു ഡിസിപ്ലിൻഡ് എനർജിയാണ്. ഈ കൊല്ലം നിങ്ങൾക്ക് കുറേ ഡിസിപ്ലിൻ കൊണ്ടുവരണം നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ഹാബിറ്റ്സിൽ. 9 ഓഫ് വാൻഡ്സ് ഒരു പേടിയുടെ എനർജിയാണ്, ഫിയറിൻ്റെ എനർജിയാണ്. അപ്പോൾ ഒരു കാര്യത്തിലും നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, മുമ്പോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയണത്. നിങ്ങളുടെ ഡിഫിക്കൾട്ട് സമയം ഓൾമോസ്റ്റ് തീരാറായി. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ചാലഞ്ചസ് ഞാൻ പറഞ്ഞ മാതിരി റിലേഷൻഷിപ്സിലാണ്. ഇതൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് തന്നെ ആവണം എന്നില്ല, ഫ്രണ്ട്ഷിപ്പും ചാലഞ്ചിങ് ആവാം. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഫ്രണ്ട്സിൻ്റെ കൂടെ കുറേ വഴക്കുണ്ടാവുക, കുറേ ജലസ് എനർജീസ് ഇവിടെ കാണാണ്ട്. ഓക്കെ, അപ്പോൾ ജോലിയുടെ കാര്യത്തിൽ കുറേ സക്സസ് ഉണ്ട്, കുറേ ഹാർഡ് വർക്കിംഗ് എനർജി കാണുന്നുണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ കുറേ ബിസി ആയിരിക്കും ഈ കൊല്ലം. ബട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. 2026 ഒരു മാറ്റമുള്ള കൊല്ലാണ്. ഓക്കെ, അപ്പോൾ കുറേ ചേഞ്ചസ് ഉണ്ടാവും, കുറേ പാസ്റ്റിൻ്റെ കാര്യങ്ങൾ തിരിച്ചു വരും നിങ്ങളുടെ ലൈഫിൽ. അങ്ങനെയൊക്കെ ഞാൻ എനർജീസ് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ഏറ്റവും സക്സസ്ഫുൾ മന്ത് ഏതാണ്? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയ മന്ത് ജൂലൈ ആണ്. ആൻഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ചാലഞ്ചിങ് മാസം ഏതാണ്? ഏറ്റവും ചാലഞ്ചിങ് മാസം ജൂണാണ്. ഓക്കെ, അപ്പോൾ ജെമിനി ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ് 2026. നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ട് പേഴ്സണൽ 2026 ഇയർലി റീഡിംഗ് ചെയ്യണം വെച്ചാൽ നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ എനിക്ക് എൻ്റെ കൂടെ ഒരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യുക, കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ, നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ബുക്കിംഗ് ഡീറ്റെയിൽസും അയച്ചു തരും. എൻ്റെ ഇൻസ്റ്റഗ്രാമിലും ഞാൻ ആക്റ്റീവാണ്, അവിടെയും നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്ത്
ഡീറ്റെയിൽസൊക്കെ അവിടെയും ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഈ വീഡിയോനെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.